സ്റ്റോറി ഇടും. ഈ സ്റ്റോറി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇക്കാൻ്റെ അടുത്താണ്. ഇക്കാനത്ത് ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്, ഇത് ഞാൻ ഇടട്ടെ, സ്റ്റോറി ഞാൻ ഇടട്ടെ ചോദിച്ചിട്ടാണ് ഞാനത് അപ്ലോഡ് ആക്കില്ല. എൻ്റെ കെട്ടിയവന് സമ്മതം ഉണ്ടെങ്കിലേ ഞാനത് ചെയ്യുള്ളൂ. എന്നിട്ട് ഞാനത് ഇടും, അവർ പറഞ്ഞാൽ ഞാനിടും. ഇവൻ ഈ ഷർഫലി പറയുന്നവൻ എൻ്റെ കെട്ടിയവനുള്ള ടൈം മുതലേ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് എന്താ ചെയ്യുക, മെൻഷൻ ചെയ്യുക, ഇത്താ സ്റ്റോറി ഇടുമോ എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് മെൻഷൻ ആക്കല ചെയ്യല്. അത് ഞാൻ ഇക്കാനത്ത് പറഞ്ഞ് ഞാൻ ചെയ്യും. ഇങ്ങനെ ഇക്ക മരിച്ചതിൻ്റെ ശേഷം അവന് എനിക്ക് എൻ്റെ കണ്ണീരും എൻ്റെ സ്റ്റോറീസും ബാക്കിയുള്ളതെന്ന് കണ്ടിട്ട് അവനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം. ഇക്ക മരിച്ച കാര്യം അവനെ ആൺകുട്ടിയാണ്, അവൻ ആൺകുട്ടിയാണ്. കാരണം എന്താ അറിയോ, കെട്ടിയവനുള്ള ടൈമിൽ ഓരോ പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഓരോരുത്തരുമാർ നടക്കുമ്പോഴും ഈ കുട്ടി എന്നെ വളയ്ക്കാനോ വേറുള്ളതിനോ അവൻ നിന്നിട്ടില്ല. അവനിക്കറിയാം ഞാനൊരു കുടുംബത്തിലിരിക്കുന്ന പെണ്ണാണ്, ഞാൻ റീൽസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ റീൽസിന് സപ്പോർട്ട് ചെയ്യുക, വേറുള്ളത് ചെയ്യാന്നല്ലാണ്ട് അവൻ ഒരിക്കലും എൻ്റെ കൂടെ വേറുള്ളതിന് നടക്കണമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അവൻ അയച്ചിട്ടില്ല. അവനിപ്പനെ ഈ ക്യാപ്ഷനൊന്നും അവൻ വായിക്കാനേ നിൽക്കില്ല. അപ്പം അത് ഒക്കെ മരിച്ചതിന് ശേഷം ഞാൻ ആ സംഭവം ഇൻസ്റ്റഗ്രാം വേറുള്ളതിലൊന്നും വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ മെസ്സേജ് വരുന്നൊന്നും നമ്മൾ നോക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരിക്കൽ എനിക്ക് എന്തോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം. അന്നപ്പോൾ ഇക്ക മരിച്ചിട്ട് 1.5 മാസം 2 മാസം എന്താ ആയിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ടൈമിൽ അപ്പോഴാണ് ഞാൻ അവനോട് പറയുന്നത് ഇക്ക മരിച്ചു, ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത്രയും വിഷമത്തിലിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ കടങ്ങളുണ്ട്, എന്താ ചെയ്യാന്ന് അറിയില്ലടാന്ന് ഞാൻ അവനോട് സങ്കടം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഷർഫലി പറഞ്ഞവനാണ്. അവൻ്റെ പെങ്ങന്മാരും അവൻ്റെ ഉമ്മാനെ അത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് അവനിക്ക് എൻ്റെ വിഷമം അവനിക്ക് മനസ്സിലായി. അപ്പം അവൻ എന്നെ സഹായിച്ചു, സത്യം തന്നെയാണ്. ആ സഹായം എനിക്ക് അന്ന് അവൻ സഹായിക്കുമ്പോൾ ഞാനൊരു യൂട്യൂബർ അല്ലെങ്കിൽ വലിയ ഫേമസ് ആയ ഷാജി അല്ല, സാധാരണക്കാരി. എന്താ പറയുക, ഭർത്താവ് മരിച്ച് കഷ്ടപ്പെട്ട് എന്താ ചെയ്യാ നിലനിൽപ്പില്ലാണ്ട് നിൽക്കുന്ന ടൈമിൽ എന്നെ സഹായിച്ച ഒരു കാസർഗോട്ടുകാരനാണ് അവൻ. അവനിക്കറിയാം അവൻ പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, പെണ്ണെന്താണ്, പെങ്ങൾ എന്താണ് എന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ അങ്ങനെയുണ്ട്. പാലക്കാട്ടന്മാരാ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരാണ് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊന്നും എന്നെ കൊണ്ട് വെറുതെ ഇടിയിപ്പിക്കണ്ട. എങ്ങനെയാണ് കെട്ടിയോനില്ലെങ്കിൽ നീ എന്താണ് ഗൾഫിലത്തെ ഓരോ ആൾക്കാരുടെ ഈ 10, 24, 23 വയസ്സായവരുടെ കമൻറ്റുകളും മെസ്സേജുകളാണ്. ഷാജി നീ മക്കളുടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കാം. എന്തിനാടാ, എന്താ അതിൻ്റെ ആവശ്യം? ഷാജി 5 മക്കളെ പെറ്റിട്ട് ഉമ്മാനെ ഏൽപ്പിക്കുക, ഉമ്മ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയുക, എന്താണ് വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് യൂട്യൂബ് എന്താണ്, ലൈവ് എന്താണ്, വേറുള്ളത് എന്താണെന്ന് അറിയാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് തോന്നിയ പോലെയാണ് അവര്. ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ആ വീഡിയോ ഇട്ടപ്പോഴും ഇത് സത്യമാണോ ചോദിക്കണത്. സത്യം അല്ലാണ്ട് എന്താ ഞാനാ കടന്ന് തുള്ളണത്? അതെൻ്റെ ഉമ്മ എന്നല്ലേ കടന്ന് ഇങ്ങനെ തുള്ളിയും കൊണ്ട് നിങ്ങൾ കാണണല്ലേ. തള്ളാൻ ഇനിയും കുറെ കിടക്കുന്നുണ്ട്, ഇനി എത്രയോ തള്ളാൻ നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. പക്ഷെ അത് തള്ളാത്ത എന്താണെന്നറിയോ, എനിക്ക് കുറച്ചൊക്കെ ഉളിപ്പുണ്ട്, കുറച്ചൊക്കെ മാനും. അപ്പൊ ആ വീഡിയോന് ഫുൾ പോർഷൻ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല, ആ ഫുൾ പോർഷൻ കിടക്കണുള്ളൂ. പക്ഷെ അത് ഞാൻ ഇടാത്തത് അത് എനിക്കുള്ള മാന്യത കൊണ്ട് മാത്രമാണ് ഇടാത്തത്. എൻ്റെ അനിയത്തിമാര് കെട്ടിയോമാരനെയും അമ്മായിമ്മനെയും അമ്മൂസിനെയും കുറ്റം പറഞ്ഞ് അനാവശ്യം പറഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മ സ്വീകരിക്കും. പക്ഷെ ഷാജി ആ ക്യാരക്ടറേ അല്ല, ഷാജി അതിൽ പെടില്ല. അതാണ് ഞാൻ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരിൽ ആരിലും ഞാൻ പെടില്ല. അത് ആരുടെ പൈസയിലാണ് ഞാൻ തിന്ന് ജീവിക്കണമെന്നും കൂടി എനിക്ക് കാണിച്ച് തരണം, തെളിവുകൾ കൊണ്ടുവരണം. ഓക്കെ, കൊണ്ടുവന്ന് തന്ന ആൾക്കാരും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും എനിക്ക് തെളിവുകൾ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വരേണ്ടത് വിളിക്കുന്നത് ഞാൻ അവിടെ വരാം. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ മറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ഷാജി 15 കൊല്ലമായിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയോ, ഈ 15 വയസ്സ് വരെ എന്നെ നോക്കി വളർത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഉമ്മയല്ലാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, മോളല്ലാന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകളല്ല അവള്, എൻ്റെ മകളല്ല. പിന്നെ നിന്നെ മാത്രം എന്താ അങ്ങനെ മാറ്റി നിർത്തണെന്ന് ചോദിക്കണ്ടല്ലോ. നിങ്ങളെ മാത്രം മാറ്റി നിർത്തി, നീ കെട്ട് പണം കൊടുക്ക്, നിന്റെ ഉമ്മ നിന്നെ സ്വീകരിക്കും. അത് പണ്ട് ഷാജി കോയമ്പത്തൂരാകുമ്പോഴും കെട്ടായിട്ട് പണം ഇവിടെ കൊടുന്ന് എത്തിച്ചിട്ടുണ്ട്. അന്ന് ഷാജിന് നല്ല ഇഷ്ടമായിരുന്നു, കെബീറിനെ നല്ല ഇഷ്ടമായിരുന്നു. ഷാജി എന്ന് അതമ്പതിച്ചോ, കെബീർ എന്ന് അതമ്പതിച്ച് താഴെ എത്തിയോ അന്ന് നിന്നു. ഈ പറയുന്ന അനീത്തിമാരുടെയും ഉമ്മാന്റെയും ബാക്കിയുള്ളവരുടെ സ്നേഹം ആ ഒരു ഇതിൽ നിന്നു.
അപ്പോൾ അവിടെ ഉമ്മാന്റെ സ്നേഹമാണോ പണമാണോ കളിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവമാണ്. പിന്നെ ഒരു മകൾ അങ്ങനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് അങ്ങനെ ഇടണമെങ്കിൽ ക്ഷമന്റെ നെല്ലിപ്പലക നിന്നിട്ടാണ് ഞാൻ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ മാസം 22-ാം തീയതി കഴിഞ്ഞ സംഭവം അന്ന് 1:30-2 മണിക്ക് ലൈവായിട്ട് ഇട്ടതാണ്. അന്ന് എന്നെ ഖത്തറിലുള്ള സൗദി അറേബ്യയിലുള്ള ആൾക്കാരും ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരെ ആ ടൈമിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരെനിക്ക് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷാജി എന്താ സംഭവം എന്ന്. അവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ ആ ഒരു പോർഷൻ മാത്രമാണ് എടുത്തിട്ടിട്ട് വന്നിട്ടുള്ളൂ. ഇനി എത്രയോ എൻ്റെ മെമ്മറി കാർഡിലും എൻ്റെ ഫോണിലും കിടക്കുന്നുണ്ട് തെളിവുകൾ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് തന്നാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ എൻ്റെ മക്കൾ വളർന്നു വരുന്ന മക്കളായതുകൊണ്ട് അവരുടെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടണോണ്ടേ അത് അങ്ങനെ അവിടെ പോസ്റ്റായിട്ട് കിടക്കും. എൻ്റെ മോന് നാളെ മേലാക്ക് ഒരു സ്ഥാപനത്തിൽ പണിക്ക് പോവാണ്. ഇത് നിന്റെ ഉമ്മമ്മ അല്ലടാ, ഇത് നിന്റെ ഉമ്മ അല്ലടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഉണ്ടാവണ മാനക്കേട് ഓർത്തിട്ട് മാത്രമാണ് ഞാനത് ഇടാത്തത്. അല്ലാണ്ട് എനിക്ക് പേടിച്ചിട്ടോ മറ്റുള്ളവരെ ഇതാക്കിയിട്ട് ഞാൻ ഒരാളുടെ 10 പൈസ ചെലവിന് തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആൾക്കാർ ഒരുപാട്